+1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയിൽ IIM ൽ നിന്നൊക്കെ MBA ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് ഇതാ ഒരു ഷോർട്ട് കട്ട്. IP-MAT അതായത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ മാർച്ച് 14 ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേഗം വേണ്ട രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പൊ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വിവിധ IIM-കളിലെ ഡ്യുവൽ ഡിഗ്രി കോഴ്സ് ആണ്. BBA-യും MBA-യും നിങ്ങൾക്ക് കിട്ടും. അതായത് സാധാരണ നമ്മൾ IIM-ൽ BBA അല്ല MBA-ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുക. അതിനായിട്ടൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. CAT ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. 2.5-3 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യുന്ന എക്സാം ആണ്. അപ്പൊ നിങ്ങളിപ്പോ അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ തന്നെ CAT-ന്റെ എൻട്രൻസ് എക്സാമിന് പോകണം എന്നൊക്കെ മനസ്സിൽ കുറിച്ച് വെച്ച ആളുകളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 30,000-ഓളം വരെ ആളുകൾ മാത്രം എഴുതുന്ന എക്സാം ആണ് ഈ IP-MAT എക്സാം. അപ്പൊ ഇപ്പൊ ഒരു 7ഓളം IIM-കളിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്. ഇൻഡോർ, ഷില്ലോങ്, റോഹ്ടക്, റാഞ്ചി, ബോധ്ഗയ, ജമ്മു അങ്ങനെ തുടങ്ങി 7ഓളം IIM-കളിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്. ഇതിന് പുറമെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും ഇപ്പോൾ ഈ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എൻട്രൻസ് എക്സാം ആണ് IP-MAT. ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് IP-MAT ഉണ്ട്. ഇൻഡോർ നടത്തുന്ന IP-MAT ഉണ്ട്, റോഹ്ടക് നടത്തുന്ന IP-MAT ഉണ്ട്. പോരാതെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന JIP-MAT ഉണ്ട്, ജോയിന്റ് IP-MAT ഉണ്ട്. അപ്പൊ 3 എക്സാം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞ IP-MAT ഇൻഡോർ നടത്തുന്ന IP-MAT ആണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് മാർച്ച് 14. നേരെ മറിച്ച് റോഹ്ടക് നടത്തുന്ന IP-MAT-ഉം NTA നടത്തുന്ന JIP-MAT-ന്റെയും ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അത് സമയം എടുക്കും. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഈ 3 എക്സാമും ഏതൊക്കെ IIM-കളിലേക്കാണ് എന്നുള്ളതാണ്. റോഹ്ടക് നടത്തുന്ന IP-MAT റോഹ്ടക്കിലേക്ക് മാത്രമാണ് പൊതുവെ അഡ്മിഷന് വേണ്ടി കൺസിഡർ ചെയ്യുക. എന്നാൽ ഇൻഡോർ ആണ് കൂടുതൽ ആളുകൾ എഴുതുന്ന ഈ ഇൻഡോർ, ഷില്ലോങ്, റാഞ്ചി, IIFT പോലുള്ള സ്ഥാപനങ്ങൾ അതേപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അഡ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻഡോർ നടത്തുന്ന IP-MAT ആണ്. അതിന് പുറമെ ഇപ്പൊ പുതിയ ബോധ്ഗയയിലും ജമ്മുവിലൊക്കെ വന്നിട്ടുള്ള IIM-കളിലുള്ള ഈ IPM കോഴ്സിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം നടത്തുന്നതാണ് JIP-MAT. അപ്പൊ ഇങ്ങനെ 3 എക്സാമുകളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിൽ നിങ്ങൾ ഒരു എക്സാമിന് മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ IIM ഇൻഡോർ നടത്തുന്ന IP-MAT എക്സാം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 14 വരെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം അതുമായി ബന്ധപ്പെട്ട ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കാര്യം, നമ്മുടെ കാലിക്കറ്റ് IIM-ൽ ഈ കോഴ്സ് ഇല്ല കേട്ടോ. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത, എക്സാമിന്റെ പാറ്റേണിലേക്കും കാര്യങ്ങളിലേക്കും വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് ഈ 3 ടോപ്പിക് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് +1-ലോ +2-ലോ പഠിക്കാനുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മാത്സ് ഉള്ള കൊമേഴ്സ് പഠിച്ചവർക്ക് നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി കുറച്ചൊക്കെ മാത്സ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സയൻസ്, മാത്സ് ഉള്ള സയൻസ് പഠിച്ചവർക്കും ഇത് എളുപ്പമാണ്. അപ്പൊ സയൻസ് പ്രത്യേകിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു എൻട്രൻസ് കൂടി എഴുതണം എന്നാണ് ഞാൻ പറയാം. കാരണം ഇന്ന് എഞ്ചിനീയറിംഗിനെക്കാളും ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത് ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് IIM-കളിൽ നിന്നൊക്കെ ഒരു MBA കിട്ടുക എന്നുള്ളത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും വെർബൽ എബിലിറ്റിയും ലോജിക്കൽ റീസണിംഗ് ആണ് ഇതിന്റെ എക്സാമിന്റെ സിലബസിലേക്ക് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 20 വയസ്സ് വരെ ഉള്ളവർക്ക്, 20 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. SC/ST കാറ്റഗറി ആണെങ്കിൽ 25ഓളം എഴുതാം. അതല്ലാതെ അതിന്റെ കൂടുതലുള്ളവർക്കൊന്നും സാധാരണ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. +2-കാർക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഏകദേശം ഒരു 1000-ന്റെ അടുത്ത് സീറ്റ് ആണെങ്കിൽ ഈ ഒരു എൻട്രൻസ് എക്സാമിൽ ഉണ്ട്. മാത്രമല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ സാധാരണ IIM-ന്ന് MBA കഴിഞ്ഞവർക്ക് വരുന്ന അതേ ക്വാളിറ്റി കോഴ്സാണ്, അതേ MBA കോഴ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകിച്ച് MBA ഒക്കെ മനസ്സിൽ സ്വപ്നം കണ്ട് നടക്കുന്നവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരിക്കലും MBA ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ IIM എന്നാണ് MBA ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യൻ കമ്പനികളും ഈവൻ നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പോലും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് IIM-ലെ MBA ആണ്. ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്ലിക്കേഷൻ ഫീസ് ഒക്കെ കുറച്ച് ഹൈ ആണ്. 4,900, അതായത് 5,000 രൂപന്റെ അടുത്ത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 3 IP-MAT, 2 IP-MAT-ഉം JIP-MAT ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അപ്ലിക്കേഷൻ ഫീസ് വരും. ബട്ട് ഡോണ്ട് വറി. അതേപോലെ IIM-കളാകുമ്പോൾ ഫീസ് കൂടുതലാണ്, ഓരോ വർഷത്തിലുള്ള ഫീസും കൂടുതലാണ്. ബട്ട് നിങ്ങൾ IIM-ലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫീസ് ഒന്നും ഒരു വിഷയമുള്ളതല്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എങ്ങനെ കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ആ ഫീസ് അറേഞ്ച് ചെയ്താലും അത് നിങ്ങൾക്ക് പഠനം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചടക്കാനുള്ള ഒരു സാധ്യത നിങ്ങളെ മുന്നിൽ തുറന്നു വരും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മലയാളികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാറില്ല. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് എക്സാമുകളൊക്കെ എഴുതാറുള്ളത്. ഇത് മിസ് ചെയ്യരുത്. താങ്ക് യു.